ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലത്തെ അൽ കസബ, അതായത് ഷാർജയിലുള്ള അൽ കസബയെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് കാണിച്ചു തരുന്നത്. ഇത് തികച്ചും ഒരു ഫ്രീ സ്പോട്ടാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എൻട്രി ചെയ്ത് പോവാം. രാത്രി മിഡ് നൈറ്റൊക്കെ ആണെന്ന് 12 o'clock വരെയുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ അക്കോമഡേഷൻ്റെ അടുത്താണ് ഈ ഒരു അൽ കസബ വന്നിരിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ നടന്നിട്ട് തന്നെ പോകാം. അങ്ങനെ ഞാൻ നടന്ന് പോയിട്ട് ഇതേ കസബ എത്തിയിട്ടോ. കസബൻ്റെ പുറം കാണുമ്പോൾ ഒരു പാലസിൻ്റെ പോലെ ആട്ടോ, നല്ല രസമുള്ള നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റും അങ്ങനെ ഒരു അടിപൊളി ലുക്കാണ് കസബയുടെ ഫ്രണ്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്താ ഈ കസബയുടെ പ്രത്യേകത. അൽ കസബ എന്ന് പറയുന്നത് ഒരു കനാലിൻ്റെ സൈഡിലുള്ള ഒരു എന്താ പറയുക, അവിടെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഫുഡും അങ്ങനെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് അൽ കസബ എന്ന് പറയുന്നത്. കസബയുടെ ഉള്ളിൽ കയറി ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഈ ഒരു കാര്യം. കാരണം വെച്ചാൽ കുറേ നല്ല നല്ല ലൈറ്റിംഗ് ആയിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഇതാണ് ഈ ഒരു കനാൽ എന്ന് പറയുന്നത്. ഈ കനാലിൻ്റെ അപ്പുറവും ഇപ്പുറവും ഇങ്ങനെ കുറച്ച് കടകളും അങ്ങനെ ഫുഡ് ഐറ്റംസ് ഒക്കെ കൊടുക്കുന്ന ഷോപ്സ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്ര ഫേമസ്. അത് മാത്രമല്ല ഇത് നമുക്ക് ഫ്രീ ആണ് എൻട്രി എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ ഈ രണ്ട് കനാലിൻ്റെ സൈഡിൽ കൂടെ നല്ല ഈവനിങ് വാക്ക് പോലെ നമുക്ക് നടക്കാം. പിന്നെ ഈ ബോട്ട് ചാർജ് എന്ന് പറയുന്നത് അതിന് പൈസയുണ്ട്. ബോട്ടിങ്ങിന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡൽട്ട് ആണെങ്കിൽ ഒരു 15 ദിറംസും അതുപോലെ കിഡ്സിനാണെങ്കിൽ 10 ദിറംസ് ആണ് വരണത്. പിന്നെ ഈ ബ്രിഡ്ജാണ് കണക്ഷൻ വരണത്. ഈ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഒരു കനാൽ കണക്ഷൻ ആണ് വരണത്. അപ്പം ഞാൻ ഈ ഒരു ബോട്ട് പോണത് ഇങ്ങനെ ആസ്വദിച്ചു കേട്ടോ. ഈ കനാലിൽ കൂടെ കുറച്ച് ഫോറിനേഴ്സ് ആ ഒരു ബോട്ടിൽ ഇങ്ങനെ എൻജോയ് ചെയ്യാണ്. ആ സമയത്ത് എനിക്ക് നമ്മുടെ എറണാകുളത്ത് കൊച്ചി മെറൈൻ ഡ്രൈവിലത്തെ ബോട്ട് യാത്രകളൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പക്ഷേ ഇവിടെ ഒരു കൾച്ചർ നല്ലൊരു അടിപൊളിയാണ്. ഒരു ഫോറിൻ കൺട്രിയിൽ നിൽക്കുന്ന ഒരു വൈബാണ് ഇവിടെ നിന്നുള്ളത്. പിന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഷോപ്സാണ് നമുക്ക് ഈ കസബയിൽ കാണാൻ പറ്റുക. പിന്നെ കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൺ ഹൗസ് ഉണ്ട് ഈ ഭാഗത്ത്. പിന്നെ അത് മാത്രമല്ല ഒരു ബ്ലൂ ലൈറ്റ് വെച്ചിട്ടുള്ള ബോട്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. നമുക്ക് ഫാമിലി ആയിട്ടും ഈ ഒരു ലൈറ്റും ഈ ഒരു വൈബും ഈ കനാലിൽ കൂടെ പോകാൻ വെച്ചാൽ നല്ലൊരു രസമായിട്ട് എനിക്കിങ്ങനെ തോന്നി. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു എന്തൊരു പ്ലസൻറ്റ് ഫീലിംഗ് ആണ് കേട്ടോ. ഈ ഒരു ക്ലൈമറ്റും അല്ലെങ്കിൽ ഇപ്പം ഞാൻ പോയ സമയം ഡിസംബർ സമയം ആയതുകൊണ്ട് നല്ലൊരു തണുപ്പും നല്ല തണുത്ത കാറ്റൊക്കെ വരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് നടക്കാനും കുറേ പേരുണ്ട്. കുറേ പേര് നടക്കാനും ഓടാനും അതുമാത്രമല്ല കളിക്കാനും പിള്ളേരുകളും കണ്ടില്ലേ, സൈക്ലിങ് സ്കേറ്റിംഗ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ ഒരു ബ്രിഡ്ജ് ഞാൻ ക്രോസ് ചെയ്യാണ് കേട്ടോ. ഈ ബ്രിഡ്ജ് കൂടെ നടക്കുമ്പോൾ നല്ലൊരു അടിപൊളി വൈബാണ്. പണ്ടൊരു ജൈൻറ്റ് വീൽ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു ജൈൻറ്റ് വീൽ ഇവിടേക്ക് കാണുന്നില്ല. അപ്പോൾ നല്ല രസത്തിൽ നിങ്ങൾക്ക് കാണാൻ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഒരു ജോക്കർ, ഇതുപോലെ കുട്ടികൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് പോലെ ഇവിടെ ജോക്കറും അതുപോലെ 2 പേരിങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഭയങ്കര അടിപൊളി കാര്യങ്ങളൊക്കെ കളിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ ബലൂണും ബോളൊക്കെ ഇടണതും അങ്ങനെയൊക്കെ ചെയ്യണത് കണ്ടില്ലേ. ഈ ഒരു ജോക്കർ ബലൂൺ കൈകളിലേക്ക് ഇട്ടിട്ട് കുട്ടികൾ ആ റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ഇടുകയാണ് ചെയ്യണത്. അപ്പോൾ അത് കാണുമ്പോൾ എല്ലാവരും കൈയടിക്കുക, ഒരു പ്രോത്സാഹനം പോലെയാണ് എനിക്കത് തോന്നിയത്. അതായത് പിള്ളേരെ ഇങ്ങനെ എൻകറേജ് ചെയ്യുക ഗെയിംസിനും അങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടില്ലേ. ഇപ്പോൾ ഈ കുട്ടീനെ വിളിച്ചിട്ട് ഇതുപോലെ ഈ ബോളിൻ്റെ ഉള്ളിൽ കൂടെ ഇടാൻ പറയാണ്. അപ്പോൾ അതെങ്ങനെയെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് വീഴ്ത്താൻ ഈ ഒരു ജോക്കർ നോക്കുന്നുണ്ട് കേട്ടോ. കണ്ടാ എല്ലാവരും ക്ലാപ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ല പാട്ടുകളൊക്കെ ഇട്ട് വെച്ചേക്കണം. പക്ഷേ പാട്ട് നമുക്ക് യൂട്യൂബിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്ന കാരണമാണ് ഞാൻ അങ്ങനെ അത് ഇവിടെ ഇടാത്തത്. അപ്പോൾ നല്ല രസമാണ്. ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല റഷും പിന്നെ ഫ്രീ എൻട്രി ചെയ്തുകൊണ്ട് നമുക്ക് കപ്പിൾസിനായാലും ഫാമിലിക്കായാലും കിഡ്സിനായാലും വന്നിരിക്കാൻ പറ്റിയ ഒരു അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസാണ് ഷാർജയിലുള്ള അൽ കസബ എന്ന് പറഞ്ഞൊരു പ്ലേസ് വരണത്. അപ്പോൾ പോയിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം ഈ ഒരു പ്ലേസിനെ കുറിച്ച് കൂടുതൽ അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്നെ തന്നെ കാണിക്കുകയാണ്. തണുപ്പുള്ള കാരണം കുറച്ച് ഇങ്ങനെ സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് വന്നത്. പക്ഷെ നടന്നപ്പോൾ ആ തണുപ്പൊക്കെ മാറി കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ് ഷാർജയിലുള്ളത്, UAE-യിലുള്ളത്. അപ്പോൾ നിങ്ങൾ പോയിട്ടുള്ളവർ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഷാർജയിലുണ്ടെങ്കിൽ ഇതുവരെ പോകാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി വിസിറ്റ് ചെയ്യുക നമ്മുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അപ്പോൾ അത്ര തന്നെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.